നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കണ്ണൂർ ശ്രീകണ്ഠപുരം പരിപ്പായിലെ പറമ്പിൽ നിന്ന് കിട്ടിയ നിധിശേഖരം 1659 മുതൽ 1826 വരെയുള്ള കാലഘട്ടത്തിലേതെന്ന് പുരാവസ്തു വകുപ്പിന്റെ പരിശോധനയിൽ തെളിഞ്ഞു. പരിപ്പായി UP സ്കൂളിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയ നിധിയുടെ പരിശോധന ബുധനാഴ്ചയോടെയാണ് പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയത്. കാശുമാലകൾ, സ്വർണ്ണമുത്തുകൾ, ആലി രാജാവിന്റെ നാണയങ്ങൾ, കണ്ണൂർ പണം, സാമൂതിരിയുടെ 2 വെള്ളി നാണയങ്ങൾ, ഇൻഡോ ഫ്രഞ്ച് നാണയങ്ങൾ, പുതുശ്ശേരി പണം, ജിമിക്കി കമ്മൽ, മാലയിൽ ഉപയോഗിക്കുന്ന കുറച്ച് മുത്തുകൾ എന്നിവയാണ് ശേഖരത്തിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കാശുമാലകളാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴക്കുഴി ഉണ്ടാക്കുന്നതിനിടെ കണ്ടെത്തിയ വീരക്കായൽ പണവും ആലിരാജയുടെ കണ്ണൂർ പണവുമാണ്. 3 കാലഘട്ടങ്ങളിലെ നാണയങ്ങളാണ് ലഭിച്ചത്. കാശുമാലയുടെ ഭാഗങ്ങളിൽ നിന്ന് മാല ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് വെനീഷ്യൻ ഡെക്കാറ്റ് ആണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒരു വെനീഷ്യൻ ഡെക്കാറ്റിന് 3.545 ഗ്രാം, 99.47% ശുദ്ധ സ്വർണ്ണമാണ്. 19-ാം നൂറ്റാണ്ടിൽ മധ്യകാല ലോകശാസ്ത്രത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ഉയർന്ന ശുദ്ധിയുള്ള സ്വർണ്ണമാണിത്. ഇത്തരത്തിലുള്ള സ്വർണത്തിന്റെ 13 കാശുമാലകളാണ് ലഭിച്ചത്. ഒരു കാശുമാലയ്ക്ക് 5 ഗ്രാം വരെ തൂക്കമുണ്ട്. ഫ്രാൻസിസ്കോ കോർഡാന്റെ പേരിലുള്ള 4 നാണയങ്ങളും ഉണ്ടായിരുന്നു. സാമൂതിരിയുടെ വീരരായർ പണം എന്നറിയപ്പെടുന്ന 2 വെള്ളി നാണയങ്ങളാണ് മറ്റൊന്ന്. 1826 ആലിരാജയുടെ കാലത്തുള്ള കണ്ണൂർ പണം എന്നറിയപ്പെടുന്ന 2 വെള്ളി നാണയങ്ങളും പുതുച്ചേരിയിൽ നിന്ന് ഫ്രഞ്ചുകാർ നിർമ്മിച്ച ഇൻഡോ ഫ്രഞ്ച് നാണയങ്ങളും ഇതിലുണ്ട്. പുതുച്ചേരി നാണയങ്ങൾ എന്നാണ് ഇവ അറിയപ്പെട്ടിരുന്നത്. ഈ നിധിശേഖരത്തിലെ ഏറ്റവും പുതിയവ 1826 ആലിരാജയുടെ കണ്ണൂർ പണമാണ്. ഇക്കാലത്തിന് ശേഷമായിരിക്കും കുഴിച്ച് ഇട്ടിട്ടുണ്ടാവുക എന്നാണ് നിഗമനം. കഴിഞ്ഞ ആഴ്ചയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പരിപ്പായി UP സ്കൂളിന് സമീപമുള്ള താജുദ്ദീൻ എന്ന ആളുടെ റബ്ബർ തോട്ടത്തിൽ കുഴിയെടുക്കുന്നതിനിടെ ചെമ്പുകുടങ്ങളിലായി സൂക്ഷിച്ച 2 നിധികുംഭങ്ങൾ കണ്ടെത്തിയത്. ഇവർ ഇത് തുറന്നു നോക്കിയപ്പോൾ ആഭരണങ്ങളും നാണയങ്ങളും കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് ശ്രീകണ്ഠാപുരം പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും നിധികുംഭങ്ങൾ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു. ഇതിനുശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും റവന്യൂ വകുപ്പിന് വിട്ടുകൊടുത്ത നിധികുംഭങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നുമെത്തിയ പുരാവസ്തു വിദഗ്ധർ പരിശോധന നടത്തിയത്. ആർക്കിയോളജി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ദിനേശിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് നിധി പരിശോധിച്ചത്. നിധി എങ്ങനെ മണ്ണിനടിയിലെത്തിയെന്ന് സ്ഥലവുമായി ബന്ധപ്പെട്ട രേഖകൾ പഠിക്കണമെന്നും പരിശോധനയ്ക്കെത്തിയവർ പറഞ്ഞു. പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്ന നിധിശേഖരം വിദഗ്ധ പരിശോധനയ്ക്കും പഠനത്തിനും വിധേയമാക്കും. നിധിശേഖരം ഏറ്റെടുക്കുമെന്നും ആവശ്യമെങ്കിൽ പ്രദേശത്ത് കൂടുതൽ പഠനവും ഖനനവും നടത്തുമെന്നും പുരാവസ്തു വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.